ഹലോ ഫ്രണ്ട്സ്, ദേവന ക്ലേ ആർട്സ് എന്ന പേരിൽ പെരുവമുഴിയിലൊരു സ്ഥാപനമുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ അവിടെ എത്തും. അപ്പം ഞാൻ നിങ്ങളെ കൂടുതൽ വിഷ്വൽസ് കാണിക്കാം. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ, പ്ലീസ്. ഇപ്പോൾ ഞങ്ങളിവിടെ എത്തി, ബാക്കി വിഷ്വൽസ് കാണിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ശ്രമിച്ചത്. അപ്പോഴാണ് ഈ പാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്നതിന് ഈ മാത്രമായിട്ടൊരു സമുദായം ഉണ്ടെന്നും ആ സമുദായം നമ്മുടെ നാട്ടിൽ എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്നത് കുശവ സമുദായം എന്ന് അവരറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വേളാൻ സമുദായം എന്ന് ഇവരറിയപ്പെടുന്നത്. ഇവർ ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് കുടിയേറി പാർത്തതാണെന്നാണ് പറയുന്നത്. കേരളത്തിലെ തന്നെ പല ജില്ലകളിലും പല പേരിലാണ് ഇവരറിയപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലെ കുബേരൻ എന്ന പേരിലും തൃശ്ശൂർ ജില്ലയിലെ ഓടൻ എന്ന പേരിൽ, എറണാകുളം ജില്ലയിലാണ് ഈ വേളാൻ എന്ന ഇപ്പം അറിയപ്പെടുന്നത്. പിന്നെ തിരുവനന്തപുരത്ത് കുചേലം എന്ന പേരിലാണ് ഇവരറിയപ്പെടുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ താമസിക്കുന്നതെല്ലാം എപ്പോഴും ഒരു പുഴയുടെ തീരത്താണ്. അതെന്താണെന്ന് വെച്ചാൽ അന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വള്ളത്തെ ആശ്രയിച്ചാണ്. അപ്പം അന്ന് വണ്ടിയിൽ ബസ് അങ്ങനെയൊന്നും വേറെ ലോറിയിലൊന്നും അല്ലല്ലോ സാധനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വള്ളത്തിൽ ഏതെങ്കിലും പുഴയുടെ തീരത്ത് അവിടുത്തെ പാടത്തു നിന്നുള്ള ചെളി ഒക്കെ എടുത്തിട്ടാണ് ഇവർ പാത്ര നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാടാണെങ്കിൽ അവർ ഭാരതപ്പുഴയുടെ തീരത്ത് താമസിക്കും. പെരുവമുഴിയിലുള്ളവർ മൂവാറ്റുപുഴ ആറിൻ്റെ തീരത്ത്, പിന്നെ കാലാമ്പൂര് അഞ്ചൽപ്പെട്ടിയൊക്കെ ആ സ്ഥലങ്ങളിലെല്ലാം ഈ കുശവ സമുദായത്തിൽപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരൊക്കെ അതിൻ്റെ തോടിൻ്റെ ഒക്കെ പരിസരത്താണ് ഇവർ താമസിക്കുന്നത്. ഈ പണ്ട് കാലങ്ങളിൽ തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ താഴ്ന്ന ജാതിക്കാർക്ക് ആർക്കും തന്നെ ഈ ഇല്ലത്ത് അങ്ങനെയുള്ള അന്തർജനങ്ങളുടെ വീടുകളിലൊന്നും ആർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവർക്ക് ഈ കുശവ സമുദായത്തിൽപ്പെട്ടവർക്കൊക്കെ അന്ന് അവിടെ പ്രവേശനം ഉണ്ടായിരുന്നു. കാരണം അവർ നമ്മളുമാരുടെയൊക്കെ വീട്ടിലെ ആവശ്യമുള്ള പാത്രങ്ങൾ നിർമ്മിക്കുന്നതും അവർ ഭക്ഷണം കഴിക്കുന്നതൊക്കെ അന്ന് എല്ലാവരും മൺപാത്രത്തിലാണല്ലോ കഴിക്കുന്നത്. ആ പാത്രങ്ങൾ, പിന്നെ അമ്പലത്തിലേക്ക് പല ആവശ്യങ്ങളുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം നിർമ്മിക്കുന്നത് ഇവരായിരുന്നു നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് എവിടെയും കയറി ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ ഇവർക്ക് അന്ന് പൂണൂലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്പൂരിമാരെയൊക്കെ ഇടുന്നത് പോലത്തെ പൂണൂലും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പണ്ട് ഇവർക്ക് ആവശ്യമുള്ള മണ്ണ് എല്ലാം നമ്മുടെ ഇവിടെ പാടത്തുനിന്ന് തന്നെയായിരുന്നു അവർ കുഴിച്ചെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ കാലങ്ങൾ കഴിയുന്തോറും മണ്ണൊന്നും കുഴിച്ചെടുക്കാൻ പറ്റാത്ത പല പരിമിതികളും ഒക്കെ ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ചെളി കൊണ്ടുവരുന്നത് കർണാടക, തമിഴ്നാടിനെ ആശ്രയിച്ചാണ്. അവിടെ നിന്ന് അവർ വേനൽക്കാലത്താണ് കൊണ്ടുവരുന്നത്. അതായത് ഈ ഫെബ്രുവരി, മാർച്ച്, നമ്മുടെ ഇവിടെ വേനൽക്കാലം സെയിം തന്നെ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കാലത്താണ് ഇവർ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കണ മൺപാത്രങ്ങൾ ഉണ്ടാക്കണത് 3 വർഷം മുന്നേ ഇവർ സ്റ്റോക്ക് ചെയ്ത് മണ്ണ് കുഴച്ച് ചെളിയാക്കി അത് വെയിലും മഴയൊക്കെ കണ്ട് അങ്ങനെ പശിമ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ പാത്രങ്ങൾ നിർമ്മിക്കുന്നത്. പിന്നെ ഇവർക്ക് പണിയാൻ ഇപ്പോൾ മണ്ണ് ശേഖരിക്കണ പോലെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള വൈക്കോലും ഈ സമയത്ത് തന്നെയാണ് ഇവർ ശേഖരിച്ച് വെക്കുന്നത്. ഈ മണ്ണ് ഇവർ 3 ടൈപ്പ് മണ്ണ് ഉപയോഗിച്ചാണ് ഈ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഒരു മണ്ണിന് പശിമ കിട്ടാനായിട്ട്, പശിമ കിട്ടുന്ന മണ്ണാണ്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായില്ലേ, ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു കൂജ ഉണ്ടാക്കുന്നത്. ആ കൂജ ഉണ്ടാക്കണ അതങ്ങനെ പാത്രം പൊങ്ങി വരണുണ്ടോ, അത് ഒരു ടൈപ്പ് മണ്ണ് മിക്സ് ചെയ്യുമ്പോൾ അതിനാണ് പശിമ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു മണ്ണിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമപ്പ് കളറ് കിട്ടുന്നത്. പിന്നെ ഒരു ടൈപ്പ് മണ്ണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സുഷിരങ്ങളൊരു മണ്ണാണ്. അത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അത് മണ്ണിൽ ഓരോന്നിനും ഒരു സുഷിരങ്ങൾ ഉണ്ടാവും നിറയെ. അപ്പോൾ ആ സുഷിരങ്ങൾ കൂടിയാണ് തീ പാസ് ചെയ്യുന്നത്.
പിന്നെ ദേ ഇപ്പൊ ഈ ചൂള ഇട്ടേക്കുന്നത് കണ്ടോ, ഇതൊക്കെ നല്ല കൗതുകരമായി ഇതിനെക്കുറിച്ച് ഒത്തിരി അറിയാനുണ്ട്. അത് ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കൂടി ഫുള്ള് കാണിച്ചുതരാം. കാരണം ഒരുപാട് വലിച്ചു നീട്ടണില്ല ഇപ്പൊ പിന്നെ ഞാൻ അധികം ദീർഘിപ്പിക്കണില്ല. നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽസും കൂടെ കാണാനുണ്ട്. പിന്നെ ഞാൻ വേറെ വീഡിയോസിൽ കാണിച്ചു തരാം. ഇപ്പം ഈ ചട്ടികളൊക്കെ കണ്ടില്ലേ, ആ ചട്ടികളും മൺപാത്രങ്ങളും എല്ലാം തയ്യാറാക്കുന്നതിന് ഓരോരോ പ്രത്യേകം രീതിയിൽ പല ടൈപ്പുകളായിട്ടാണ് ഇവർ ചെളി റെഡിയാക്കുന്നത്. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ദയവായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക.